നമ്മൾ പരിപ്പും മുരിങ്ങക്കറിയാണ് വെക്കുന്നത്. ഓക്കെ, അതിന് പരിപ്പ് എടുത്ത് നന്നായി കഴുകി അതിന് ശേഷം വെളുത്തുള്ളി ഒരു 5-6 അതൊന്ന് ചതച്ച്, പച്ചമുളക് ഒരു 5 ചെറിയുള്ളി 5. അതിന് ശേഷം അടുപ്പ് കത്തിച്ചു, പരിപ്പ് വെച്ച് പരിപ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ. അതിനുള്ളിൽ നമുക്കവിടെ കട്ടിങ് പരിപാടിയിലേക്ക് പോകണം. കട്ടിങ് വെളുത്തുള്ളി കട്ട് ചെയ്യാനുണ്ട്, ചതയ്ക്കണത്. പിന്നെ പച്ചമുളക് കട്ട് ചെയ്യാനുണ്ട്, പച്ചമുളക് ഒരു 5. പിന്നെ ചെറിയുള്ളി ഒരു 4 ചെറുത് കുനുകുനാണ്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഇത് മൊത്തം എടുത്തിട്ട് അങ്ങനെ ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി എടുത്തിടുക, ഒരു 1/2 സ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ്, അതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ, ഒരു 3 കൂടി മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ അടുപ്പിൽ ജീരകം ഇട്ട ക്രഷ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ജീരകം ക്രഷ് ചെയ്തതിന് ശേഷം അടുപ്പ് അങ്ങനെ അടച്ച് വെക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം മുരിങ്ങക്കീര അതങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. നല്ല തിളയ്ക്കുന്ന സമയത്ത് ഇടുന്നുണ്ട്. ശേഷം നല്ല തിളയ്ക്കാൻ വിടുക, ഒരു 5-6 മിനിറ്റും കൂടി തിളയ്ക്കാൻ വിടുക. അപ്പോൾ അത് നന്നായി തിളച്ച് വരുമ്പോൾ പാല് കുറച്ച് കൊട്ടുക. പാലാണ്, അരച്ച പാലാണത്. ഓക്കെ, അത് ഇട്ടിട്ട് വീണ്ടും അതിന് തിളപ്പിക്കാൻ വിടുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചെറിയുള്ളിയും ചെറുതായി കട്ട് ചെയ്യുക, നല്ല ചെറുതായിട്ട്. ഇത് നമ്മൾ ചീനച്ചട്ടിയിലിട്ട് ഫ്രൈ ആക്കാൻ ചെറുതായി കട്ട് ചെയ്യുക. അതിന് ശേഷം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണയ്ക്ക്, എന്നിട്ട് അതിന് ശേഷം കടുക് ഇടുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാം കറിവേപ്പില വെളുത്തുള്ളി ഇട്ടതിന് ശേഷം മൊത്തം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് വറ്റൽമുളക് പൊട്ടിച്ചിടുക. വറ്റൽമുളക് പൊട്ടിച്ചതിന് ശേഷം ഇട്ടതിന് ശേഷം നന്നായിട്ട് വാട്ടുക. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ വെക്കുന്നവർ ഇങ്ങനെ വാട്ടിയിട്ടിരിക്കുക. അതിനുശേഷം തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് കൊട്ടിയതിന് ശേഷം ആ മല്ലിച്ചപ്പ് ഇത്തിരി എടുത്തിടുക. അതിട്ടതിന് ശേഷം ഒന്ന് അടുപ്പ് ഓപ്പൺ ചെയ്ത ശേഷം അടുപ്പ് അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.